എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം എല്ലാവർക്കും? അല്ലേ, ഞാൻ എന്റെ സുഖം നിങ്ങളെ സുഖം ചോദിക്കുന്നതിന്റെ കൂടെ ഈ ആളെ സുഖം കൂടെ ഒന്നും നമുക്ക് അറിയാം. അങ്ങനെ ഉണ്ടാവും. ഇത് നെഗറ്റീവായിട്ട് കാണുന്നില്ലേ? ഇങ്ങനെ കാണാണ്ട് ഏറ്റവും നല്ലത്. വലിയ കുഴപ്പമില്ല. ഇതിലും കൂടുതൽ നന്നായിട്ട് കണ്ടു കഴിഞ്ഞാല് നമ്മൾ വൈറ്റിംഗ് ക്രീമിന്റെ പരസ്യം മാറുള്ളൂ. അതുകൊണ്ടാ മനസ്സിലായോ? എന്തൊക്കെയോ പറയാണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ ആ ഒരു അതിന് മുന്നേ എന്റെ ഇക്ക മരിക്കണവരേക്ക് എന്റെ ലാസ്റ്റ് മരിക്കുന്ന ആ സമയത്തെ പറ്റിയാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കുന്നത്. അപ്പൊ ജീവിച്ചത് ഫുള്ള് ഞങ്ങളാ. ഇപ്പൊ ഇക്കാന്റെ ആൾക്കാരായിക്കോട്ടെ, ഇക്ക മരിക്കുന്നതിന് 3-4 കൊല്ലം മുന്നേ അവരെ മുണ്ടലും മറയലും ഒന്നുമില്ല. പിന്നെ ഷെരീഫിന്റെ കൂട്ടാളികളെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് വീടാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ ഓരോലോട് പ്രശ്നങ്ങൾ വരും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുണ്ടാവും. വീഡിയോ വന്നിടുന്നോണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അറിയുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നാറി പൊകയുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അതും ചിരിച്ചും കൊണ്ട് വന്നിട്ട് കമന്റ് ഇടുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിന്റെ വീട്ടിലുള്ള ഓളുമാരനെയൊക്കെ ഇങ്ങനെ അവിഹിതം ഉണ്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ സമ്മതിക്കോ? പിന്നെ ഇക്ക മരിച്ചതിന് ശേഷമുള്ള കാലം അത് ഷാജി ജീവിക്കേണ്ടത് ഷാജി എങ്ങനെയെന്ന് അത് എനിക്ക് ജീവിതം തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. 10-15 കൊല്ലം അവരുള്ളപ്പോ ഞാൻ അടിപൊളിയായിട്ട് കുടുംബത്തിൽ ഇരുന്ന് ജീവിച്ചതാണ്, ഇക്കാന്റെ കൂടെ നിന്ന് ജീവിച്ചതാണ്. പിന്നെ അവരുടെ പൊട്ട ബുദ്ധി അത്രയും. ഷാജിദ ഫലിതങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷാജിദ ഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഷാജിദ ഫലിതങ്ങൾ? അതായത് എല്ലാ ചമ്മാറ്റങ്ങളും ഉടായ്പും കാണിച്ചതിന് ശേഷം എയറിൽക്കാണ്ട് കയറുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നണ്ട് ഒരു ന്യായീകരണം. അവർ രക്ഷയില്ല, വല്ലാത്ത ജാതി ന്യായീകരണം. ആ ന്യായീകരണം കൊണ്ടാണ് പോകുന്നത്. ആര്? ഷാജി നമ്മളെ ഷാജിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരുവിധം ആളുകളുടെ ഒക്കെ വീഡിയോസിലൂടെയും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കുറെ. എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയുന്ന ആളാണ് ഈ ഷാജി ആരാണെന്നുള്ളത്. ഇടക്കൊന്ന് ഒതുങ്ങും, പിന്നൊന്നട് പൊന്തും, പിന്നൊന്ന് റോക്കറ്റ് വിട്ടമാറ്റി നേരെ എയറിലേക്കാണ് പോകും. എയറിലാണ് കയറിയിട്ട് പിന്നെ കുറച്ചു കാലം കണ്ട് കാണൂല, പിന്നെ കുറച്ച് ഞെട്ടും നല്ല താഴത്തേക്ക് വരും. ചൈനയുടെ മത്താപ്പ് വരിക. അപ്പൊ അതാണ് കഴിഞ്ഞിപ്പോ വന്നിക്കാണ്. ഇനിയിപ്പോ നമ്മളെ ഷെരീഫ് മണ്ണാർക്കാട് പറഞ്ഞുള്ള ചെക്കനെ ഒരു യൂട്യൂബറാ. ഓനെ കുറിച്ചിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയണം. ഓരോ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടാവും. ഓനിപ്പോ ഇട്ട് ചുഴറ്റാൻ നിൽക്കാണ്. ഓൻ മര്യാദക്ക് അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വന്നിട്ട് നോടിക്കുന്നത്. എന്താ നിങ്ങള് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ആദ്യം കളിക്കുമ്പോ ആലോചിക്കണം. മനസ്സിലായോ? കണ്ണും മൂക്കൊന്നും തുടച്ചിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ഒഴുകും. സംശയമൊന്നുമില്ല കാര്യത്തില്. അപ്പൊ ഫുള്ള് ന്യായീകരണം. ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരേ സാധ്യത. ഇത് ഇനി എത്ര വെളുപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ എത്ര സ്ഥലകുപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എന്താണെന്നുള്ളത് എന്റെ A to Z ചരിത്രങ്ങളും ഇത് ജീവിച്ച രീതിയും ഇത് കാട്ടിക്കൂട്ടിയിട്ട് ആണുങ്ങൾ പറയണില്ലല്ലോ, എല്ലാവരും ഈ ജനങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും എന്റെ കൂടെ ഒട്ടി ഒലിമ്പിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് മലവാണങ്ങളുണ്ട്. ആ വാണങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇജെന്താണോ അതേപോലെ തന്നെയാണ് പോരുന്നുള്ള. മനസ്സിലായോ? ഒരേ ക്യാരക്ടർ, ഒരേ സ്വഭാവം, ഒരേ ജീവിത രീതിയിലുള്ള ആളുകളാണ് ഇങ്ങനത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളെ പോണ റൂട്ടിലല്ല ഞങ്ങൾ പോണത്. ഞങ്ങൾക്ക് തനിയാ റൂട്ടുണ്ട്. அந்த தனியா ரோட்டில் தான் எங்கள் போகும். நீ போன வழியை எங்கள் வரமாட்டேன். என்ன தெரியுமா? கொஞ்சமாவது வெக்க இருந்தா அந்த வழி போக மாட்டேன். ഇപ്പൊ വഴിയാനിട്ട് അത് പ്രശ്നമാക്കിട്ട് വരാൻ നിൽക്കണ്ട. തമിഴില് വഴിക്ക് വഴിയാണ് കേട്ടാ. പിന്നെ ഇജിപ്പോ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നതും ഈ തുള്ളണതും തുളുമ്പണതും ഈ ഡാൻസ് കളിക്കണമൊക്കെ ആ പാത്തിയും തോറും ചെയ്യണമെന്ന് കണ്ടിട്ടല്ലേ? അല്ലേ? അതിന് ഒന്നിനും പറ്റൂല. അത് ആദ്യം മനസ്സിലാക്കി. ഓന്റെ വഴിയും ഓന്റെ തനിയാ വഴിയാണ്. അങ്ങനെ കുറെ മുഖങ്ങൾ ഇങ്ങനെ കയറിറങ്ങി പോണ ഒരു വഴിയാണ് ഓന്റെ വഴി. അത് മിക്കവാറും ഇപ്പൊ അടുത്ത് തന്നെ പൊളിയും. അതെന്താണെന്നുള്ളത് ഓനക്കും മനസ്സിലായിട്ടില്ല, വേറെ കുറച്ച് ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ മനസ്സിലാവും. അപ്പൊ പിന്നെ ഇജ്ജ് നെഞ്ഞത്തടിച്ച് നൊലോടിച്ച് വന്നിട്ട് പറഞ്ഞോടോ എന്നെ കൊന്നതാണ് അവള്, അവൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു. ഞാൻ എടാ മൈ ഡാഷ് മോനെ മോൻ മയ്യേ ഓക്കെ. ഡൈവോഴ്സായ പെണ്ണുങ്ങളുടെ വാലും തൂങ്ങി നടക്കണം നായിന്റെ മോനെ. എനിക്കൊരു 10 രൂപ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര അഹങ്കാരം. പിന്നെ ഇജന്നെ രാജാവ്, ഇജന്നെ ടിപ്പു സുൽത്താൻ, ഇജന്നെ ഝാൻസി റാണി. ഇത് ഏറി കയറ്റാൻ അധികം പണിയൊന്നുമില്ല. ഈ സമൂഹത്തിന് മുമ്പിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങളും അതെടുത്ത് പബ്ലിക്കായി പുറത്ത് കണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏറിന്ന് പിന്നെ
അവിടുന്ന് അങ്ങോട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും. താഴത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റില്ല. അത് ആലോചിക്കാം. ഏഹ് എന്താ എന്തൊക്കെയാ ഇപ്പൊ പറയുന്നത്? വായ തോന്നിയ തെറി മുഴുവൻ സമാന്തരം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാം. ഉളുപ്പുണ്ടോ എനിക്ക്? ഉളുപ്പുണ്ടോ? എന്തായാലും ഇജ്ജ് പറയും, കുറച്ചും കൂടി ഇങ്ങനെ കേക്കു പറയണ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ നീ കണ്ടു അവിഹിതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമില് റീൽസ് ഒക്കെ മരിച്ച ടൈമിലൊക്കെ അവിടെ ഉള്ളവളുമാര് അപ്പൊ പൊന്നാരം മാണിക്കല്ലേ അന്റെ കുറെ അവീത കഥകളും കാര്യങ്ങളും ചാറ്റും കാര്യങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു 3-5 മാസം മുമ്പ് വന്നതല്ലേ? അത് ഇജും കണ്ടതാണ്, ഞങ്ങളും കണ്ടതാണ്, നാട്ടിൽ മൊത്തം കണ്ടതാണ്. എന്നിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് അതിന് നിഷേധിക്കാൻ തോന്നുക? എന്ത് പറയുന്നത്? പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെയൊക്കെ മരിച്ച ആ ഒരു സങ്കടത്തിലും ബാക്കിയുള്ളതിൽ ഇരിക്കുമ്പോ പൊക്കിക്കൊണ്ട് നടത്തിയത്. ഇക്ക മരിച്ച സങ്കടം എന്നാണോ ഇക്ക മരിച്ച സന്തോഷം എന്നാണോ സത്യം പറയും? കാരണം ഇക്ക മരിച്ച സങ്കടം അല്ലല്ലോ പിന്നെ അതിന്റെ ശേഷം കണ്ടിട്ടുള്ളത്. ഇജ് ഫുള്ള് കറങ്ങലായിരുന്നല്ലോ. അപ്പൊ ഇജ് പറയും ഇന്റെ 5 എത്തി മക്കളെ രക്ഷിക്കാനാണ്, ഇന്റെ 5 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന് മാന്യമായ തൊഴിലെടുത്ത് നിൽക്കാൻ പറ്റും. അതിനിങ്ങനെ ലോകം മൊത്തം കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇജ് പറയും ഇപ്പൊ പ്രമോഷൻ വർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇനിയിപ്പൊ ഇജ് അത് കൂടുതൽ പറഞ്ഞിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും മല്ല ഇജ് പറയും. റീൽസ് ഇട്ടിട്ടാണ് മരിച്ചതില്ലേ? റീൽസ് ഇടുമ്പോഴേക്കും അങ്ങനെ ഒരാൾ മരിക്കണല്ലോ. എടാ അവരെ ചിന്തിച്ചു തുടങ്ങി. എന്ത് 15 കൊല്ലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മക്കൾക്ക് ഒന്നും 5 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് 5 മക്കളുണ്ടായില്ലേ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നത് അത് വളരെ മോശമാണ്. പറയും. ഇനി വാടകയ്ക്ക് ഞാൻ വരില്ല പറഞ്ഞു മോനെ. ഞാൻ ഇനി വാടകയ്ക്ക് തണ്ടാൻ വരില്ല, എനിക്ക് മടുത്തു. ഒരു വീട് സ്ഥലം ആക്കി ഞാൻ പണിക്ക് പോവാണ്. എനിക്ക് എന്റെ മക്കളെ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്കേ ഒന്നും തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കേ ഒന്നും ഉണ്ടാക്കില്ല. തന്നില്ലാന്നല്ലേ 2 ലക്ഷം രൂപ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്നിനും ഉറച്ചിട്ട് ഒന്നും തന്നില്ലാന്ന് അറിയും. പിന്നെ പറയും 2 ലക്ഷം. 2 ലക്ഷം എന്താ പൈസ അല്ലേ? 100-ന്റെ നോട്ട് അയച്ച് എണ്ണാണ്ട് എത്ര പോലെ എണ്ണാണ്ട് തിരിച്ച് പറയും. എന്തായാലും ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളെ വിളിച്ചോരുള്ളൂ. പിന്നെ അന്നോട് നമ്മൾ എന്താ പറയാ? അന്നെ നേരാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് തന്നിട്ടില്ല. ഒക്കെ കടക്ക് 6-7-8-9 കടക്ക് നശിപ്പിച്ചിരിക്കും. അപ്പൊ അവർക്ക് തന്നെ അവര് ആലോചിക്കുന്നത് ഏട്ടന്മാര് അനിയന്മാര് എല്ലാവരുടെ കൂടെ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് നിന്ന് എല്ലാവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമുക്ക് ലാസ്റ്റ് ആരുമില്ലല്ലോ. ഇപ്പൊ ഭാര്യ മക്കളും പോവോന്നുള്ളൊരു ഇതായിരുന്നു. ആർക്ക്? അന്റെ മാപ്പിളൊക്കെ പോയിരുന്നോ? ഇജ്ജും കുട്ടികളും പോകുന്നുള്ള പേര് ഇജ്ജിന്റെ മരിച്ചാ പോണ് അട്ട പറ്റിയ പറ്റൂല ജി. പറയും. കാരണം ഞാൻ നാട്ടിലായിരുന്നു 4 മാസമൊക്കെ മരിക്കുന്നതിന് മുന്നേ 4 മാസം ഞാൻ അവർ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. എന്റെ ഉമ്മാന്റെ വീട്ടിനടുത്ത്. അങ്ങനെ അല്ലല്ലോ കേട്ടത്. നമ്മളെ മണ്ണാർക്കാട്ടുകാരൻ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. വേറെ എന്തൊക്കെയാണല്ലോ പറഞ്ഞത്? വാടകയ്ക്ക് ഇരിക്കലും വാടകയ്ക്ക് പോക്കും കറങ്ങലും ഒക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്. അറിയില്ല കേട്ടോ. നമ്മള് പറഞ്ഞു മാത്രം. എന്തായാലും ഇജ്ജ് പറയും. ഇജ്ജ് പറഞ്ഞൊക്കെ നമ്മള് വിശ്വസിച്ചോളാം. വീടെടുത്തിട്ട് അങ്ങനെ താമസിക്കല്ലോ. അപ്പൊ പെണ്ണ് സ്വന്തമായിട്ട് പണിക്ക് ഇറങ്ങിയാലോ, പെണ്ണൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, പെണ്ണൊരു ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടാലോ അവള് അവള് അവിഹിതാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുറെ സഹോദരി സഹോദരന്മാരുണ്ട് നല്ലവരായിട്ട് ജീവിക്കുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് നന്നായിട്ട് അവരുടെ അക്കൗണ്ടിൽ പൈസ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറെ ആണുങ്ങളുണ്ട്, കുറെ പെണ്ണുങ്ങളുണ്ട്. ഇജ് അത്രക്കാരി ആണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇജ് അങ്ങനത്തെ ആളൊന്നല്ല. ഇജ് വളരെ ക്ലിയറാണ്. 5 സ്റ്റെപ്പ് കിടക്കുന്ന ഒരു പേടിയുള്ള ഒരു സ്ത്രീയാണെന്നുള്ള നമുക്കറിയാം. അങ്ങനല്ല കേട്ടോ. സത്യം അങ്ങനല്ല. അങ്ങനെ വിചാരിക്കല്ല കേട്ടോ. സത്യം വിശ്വസിക്കണം കേട്ടോ. അവിഹിതം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ അതൊക്കെ പോട്ടെ. ഉമ്മാനെ തെറി വിളിക്കാൻ കാരണം ഉമ്മാന്റെ കയ്യിൽ അത്രയ്ക്ക് ഉമ്മാര് പല കാര്യങ്ങളും പറയുന്നതൊക്കെ ചെയ്യും. ആഴ്ചയിൽ ഉമ്മാന്റെ ചെട്ടിക്കാലത്ത് പുറത്തേക്ക് വിടുക. ഇതാ പറഞ്ഞത്. ഇജിങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇജി എല്ലാം വേണ്ട ഇജി പറയും. നന്നായതുകൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കൊടുക്കണ ഉമ്മമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള അവർക്ക് എന്തിനുള്ള അവകാശമൊക്കെ ഉണ്ട്. അവർ അവനാന്റെ മക്കളാണ്, പേരക്കുട്ടികളാണെന്നുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ. അത് ചില തള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇജിപ്പോ അയാൾക്കാണ് തെറ്റിദ്ധരിച്ചിട്ട് ഇന്റെ കുട്ടിക്ക് ഉമ്മ അത് കാണിച്ചു കൊടുക്കുക അതൊന്നും പറയേണ്ട അതൊന്നുമില്ല. ഇതൊക്കെ ഓരോ കുടുംബത്തിനുള്ളിൽ കഴിഞ്ഞ വിഷയങ്ങളാണ്. ഇതൊക്കെ കൂടെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആകെ അവനാന്റെ ആ വയറ്റുന്ന ഒന്നല്ലേ ജി എന്നിട്ട് അതിനെ നാട്ടിക്കുക എന്നുള്ളത് അതൊന്നും അത്ര വലിയ ശരിയുള്ള കാര്യമല്ല. എന്നാലും മള്ളജി പറയും. ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നാണ്. ഞാൻ എന്റെ സ്വന്തം വണ്ടിയിൽ എണ്ണ അടിച്ചു വന്നാണ്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ പോകുള്ളൂ. അജു പറയും. അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ 2 പേരക്കുട്ടികൾക്ക് മാത്രം 8-9 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണ ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാണെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ കോടികൾ കൊണ്ടേ കൊട്ടിയാലും അവിടെ ചെറിയ മകൾക്ക് സ്ഥാനമുള്ളൂ. ചെറിയ മകളുടെ സങ്കടം കേൾക്കാനേ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില തള്ളാർക്കും നമ്മൾക്ക് ചില മക്കളോട് സ്നേഹം ഉണ്ടാവും.
അയച്ചിട്ട് മറ്റുള്ള മക്കളെ അത് വലിച്ചെറിയാന്നുള്ളതൊന്നല്ല. അത് സ്വാഭാവികം തന്നെയാണ്. അതിപ്പോ എല്ലാവരും വീട്ടിലും എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിപ്പോ ഇത്ര എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി പറയും. നീ വയ്യാണ്ട് നടക്കുമ്പോ കുറെ നോക്കിയാടാ മരിക്കാനാകുന്നതായിരിക്കും കുത്തുവാക്കുകളും വേറുള്ള കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് മനുഷ്യനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം പിന്നെ ഞാൻ നോക്കിയെടുത്തു എന്ന് പറഞ്ഞാല് വലിയ പ്രസക്തി ഇല്ല. നോക്കന്നെ വേണം. കാരണം പെറ്റ മകളാണ്, തള്ളി പറയാൻ പറ്റുമോ? നീ മകളല്ല, പോലീസ് സ്റ്റേഷനിലും ബാക്കിയുള്ളോട് നീ മകളല്ല. കുറച്ചുകൂടി കൂട്ടിച്ചേരും. വേറെ എന്തൊക്കെയാ പറയാണ്ട്, അത് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. കുറെ ഉണ്ട്, ഇത് മണിക്കൂർ കണക്കിനുണ്ട്. അത് ഇനി മാറുന്ന ലോകാവസാനം ഉണ്ട്, അല്ലാതെ അതൊന്നും മാറില്ല. എന്തെല്ലാം തെമ്മാടിത്തരങ്ങളും കാര്യങ്ങളും ചെയ്താലും അതൊക്കെ ന്യായീകരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പെട്ട ഒരാളായിട്ട് കണക്കൂട്ടിയാൽ മതി. അത്രയൊക്കെ പറയുള്ളൂ. എന്തായാലും ഓളെ പറഞ്ഞപ്പോ നമ്മള് നേരാവും, അതാ ഉണ്ടാകുക. തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായപ്പോ ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തിത്തടി മാത്രം തെകടിയിൽ താളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയിലായിട്ടുള്ള വരവാണ്. എന്താ ചെയ്യാ, നോക്കാം നമുക്ക് എവിടെ വരെ എത്തും എന്നുള്ളതൊക്കെ. എന്തായാലും നല്ല മറുമരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോധം വന്നു കേട്ടോ. അപ്പൊ ഇജ്ജ് ചെയ്തേ, അപ്പൊ എന്തിനാ ചെയ്യാതെ നമുക്ക് ചെയ്തൂടെ? ഇജ്ജ് ഈ കാശൊക്കെ പാടെ ഇങ്ങനെ അടിച്ചു പൊളിക്കണേ, നമുക്ക് അതൊന്നും ചെയ്താൽ പോലെ. ഇതിങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറയുന്നേരം നല്ലൊരു വീടും സ്ഥലമൊക്കെ എടുത്തൂടെ? ഏതായാലും കുറെ ആൾക്കാരെ പറ്റിച്ച പൈസ കയ്യിലുണ്ടല്ലോ. ആ സർഫലിനെയും പിന്നെ വേറെ ഏതൊരു ചെങ്ങാനും കൂടെ കുറെ പറ്റിച്ച പൈസ ഉണ്ടല്ലോ. അതൊക്കെ ഇതിപ്പോ അനക്ക് ഓർമ്മക്കില്ലാതെ ഞങ്ങൾക്ക് ഓർമ്മക്കില്ല. അതാ ഈ പ്രശ്നം. പറയും എന്തായാലും കേക്കട്ടെ ബാക്കി. ഇപ്പൊ കുറച്ചുമ്പോൾ വന്നെന്താ എന്താ എല്ലാവരും ഇങ്ങനെ പൈസ അയച്ചില്ല. ഇപ്പൊ വന്നെന്താ പൈസ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പറയും എന്തായാലും. മനസ്സില്ലാത്ത കുറച്ച് ആൾക്കാർ എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനും അതുപോലെ നോമ്പിന് പൈസ എന്ന് പറഞ്ഞിട്ട് ഷാജിക്ക് മക്കൾക്കും തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. പിന്നെ യൂട്യൂബ് ചാനലില് പൈസ കിട്ടാത്തോണ്ടാണ് അങ്ങനെ. ശരിക്കും നിന്റെ കുട്ടികളെ അയച്ച പോലെ നാണം കെടുത്തിയിട്ടുള്ള സംഭവങ്ങളൊന്നും ആരും ചെയ്യില്ല. ഞാൻ നാണം കെടുത്തിട്ടില്ല. നാണം കെട്ട് നാം അവിടെ നിന്ന് മൂടിയിട്ടേ ഉള്ളൂ. ആ സീനൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള. ഞാൻ ഇടക്കിടക്ക് മനസ്സിലിങ്ങനെ ആലോചിക്കും, നമ്മളുടെ ഓട്ടം ആ പാൻറ്റി തൂറിയ പോലുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കും ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ല, ഉളുപ്പില്ലേ, ഉളുപ്പില്ലാത്ത ആൾക്കാരെ ആസനത്തിൽ ആരും മുളച്ചാൽ പോലെ അതൊരു തണലായിട്ട് കൊണ്ടുനടക്കുന്ന പഴമക്കാര് പറഞ്ഞിട്ടുള്ളത്. അത്രയും കണക്കാക്കാണ്. മനസ്സറിഞ്ഞ് ദുആ ചെയ്തിട്ട് അല്ലെങ്കിൽ എത്തിമക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് തരുന്ന മനുഷ്യന്മാര് ഇന്നും ഉണ്ട്. എത്തിമക്കള് പറഞ്ഞിട്ട് നല്ലോണം ആൾക്കാരെ പറ്റി പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായിട്ട് പറയില്ല. കാരണം ജിപേ നമ്പറും ഗൂഗിൾ പേയും സ്കാനറും ഒക്കെ ഇട്ടിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കണം. കുറേ ഞരമ്പന്മാര് ഇപ്പൊ കിട്ടും, ഇപ്പൊ പോകും, ഇപ്പൊ താവും പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് നടക്കുന്ന കുറേ പടുകളുണ്ട്. ഓരോടും ഞാൻ പറയുള്ളൂ, നിങ്ങളിത് ഇങ്ങനെ കാത്തുക്കും, കിട്ടാത്ത മുന്തിരി പുളിക്കും, അത്ര തന്നെ ഉള്ളൂ. ഇന്നും ഉണ്ട്, ഇന്നും ഷാജിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതൊന്നും നിന്റെ എന്ത് അവിഹിതം കൊണ്ടിട്ടാലും പോവാത്ത ആൾക്കാരാണ്. കാരണം എന്താ, അവർക്കറിയാം ഞാൻ എങ്ങനെ വന്ന് എന്താണ് ഈ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം എങ്ങനെ വന്നേന്നുള്ളൂ. ആ നെഞ്ചത്തടിച്ച് നൊരച്ചിരുന്നു, ഇന്റെ ഭർത്താവ് വച്ചേ കഞ്ചെത്തി മക്കളാടി എന്നിട്ട് പല വെറൈറ്റി മീഡിയം അത് ഇതൊക്കെ പോലത്തെ ചാനലുകൾക്കൊക്കെ മുമ്പിൽ പോയിരുന്നു പറഞ്ഞതും, ആ ഇറ്റ്സ് മീ കേസ് പോലത്തെ ആളുകൾ നിന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതും, അവിടുന്ന് നീയാണ് പൊന്തിയതും, നിന്റെ ചാനലിൽ കയറിയതും, നിനക്ക് സബ്സ്ക്രൈബേഴ്സോട് കൂടിയതും, അവിടുന്ന് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങള്. ഇപ്പൊ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ. ഓക്കെ, എന്തൊക്കെ എന്നെ പറഞ്ഞുണ്ടാക്കി, എന്തൊക്കെ തരത്തിൽ നീ എന്നെ മോനെ വലിച്ചു ചീന്തിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ നീ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ഇത് വലിച്ചു ചെയ്യുന്നതിനുള്ള സാഹചര്യം മുഴുവൻ ഉണ്ടാക്കിയത് ചെന്നല്ലേ, ആണോ അല്ലേ? എല്ലാ കാര്യങ്ങളും തുപ്പിയതും തൂറിയതും തിന്നതും മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ആളുകൾ പിന്നെ എങ്ങനെ എന്താ ചെയ്യുക? ആളുകൾ ഇത് എടുത്തിട്ട് അലക്കും. നല്ലത് ചെയ്താൽ നല്ലതും പറയും, ചീത്ത ചെയ്താൽ ചീത്തും പറയും. അത് ആലോചിച്ചോ. പറയും, കേക്കട്ടെ, ബാക്കി കൂടി കേക്കട്ടെ. കുറെ ഉണ്ട്. എന്നെ തളർത്തുന്ന ടൈമിൽ 5 മക്കളുടെ കഞ്ഞികൂടിയാണ് നീ മുട്ടിക്കുന്നത്. 1 വർഷമാണ് ഞാൻ ആ യൂട്യൂബിൽ വരാണ്ട് ക്രീമിന്റെ പിന്നാലെ ക്രീം കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ 1 വർഷം ജീവിച്ചത്. യൂട്യൂബിൽ വന്നിട്ടേ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, പിച്ച് ചെയ്യേണ്ടിയിരുന്നു നമ്മളെ. എന്നിട്ടാലും അതിനെ കണ്ടന്റാക്കുന്ന ആൾക്കാരായിരുന്നു ഇവര്. അങ്ങനെ 1 വർഷമാണ് നീ എന്നെ കളഞ്ഞത്. 1 വർഷം എന്റെ കഞ്ഞൂടി മുട്ടിച്ചത്. നിനക്ക് ഞാൻ പഠിച്ചോ കണക്ക് അത് ആ പൈസയിലൊക്കെ നീ തിന്നിട്ടുണ്ടെങ്കിൽ അത് സത്യം. കുറച്ചു ഇത് നോക്കി നടക്കാണ് യൂട്യൂബ്. ഷാജിയുടെ യൂട്യൂബ് ചാനൽ മാത്രം നോക്കി നടക്കാൻ കുറച്ചു സത്യം കേട്ടോ. അങ്ങനെ ഒരു കുറച്ചുണ്ട് ഇപ്പൊ. ഏത് ഷാജി ഓളെ അക്കൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമന്റ് ഉണ്ട്,
ഓളെ കുറിച്ച് ആരൊക്കെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്? സത്യമായിട്ടും പഠിച്ചപ്പോ നോക്കിയാൽ മതി. പറയും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. മക്കള് തിന്നിട്ടുണ്ടെങ്കിൽ ഷാജി പറയണേ അതൊക്കെ നിന്നെ കൊണ്ട് പഠിച്ചോ ഏതെങ്കിലും രീതിയിലൊക്കെ പോവും. അങ്ങനെ അനുസരിച്ച് എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കുറെ പൈസ ആൾക്കാർക്ക് പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ചില 1-2 ആൾക്കാർക്ക് ഞാൻ കേട്ടു 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യ ഒക്കെ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മഹറടക്കം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കെട്ടിച്ചേരാറിട്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും? അവനാൻ ചെയ്തത് പോക്കറ്റിലിട്ട് മറ്റവന്റെ പോക്കറ്റിൽ എടുത്തിട്ട് ഓൻ്റെ അടുത്ത് ഇതുള്ളൂ പറഞ്ഞ് കാണിക്കുന്ന പരിപാടി അത് ശരിയല്ല. അത് ശരിയല്ല. പറയും 100%. ഇപ്പൊ നീ ആ ഫാത്തിന്റെയും കുടുംബത്തിന്റെയും മക്കളുടെയും നീ തിന്നുണ്ടെങ്കിൽ പാത്തിയോ കേട്ടോ മൂത്രോ എന്താ ആയിക്കോട്ടെ, ഓൻ അതിലും വലിയ നസ്ക് സാധനമാണ്. അതൊക്കെറിയാം. എങ്ങനെ അറിയാനല്ലേ? ചേരുമ്പടി ചേർക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ ചങ്ങായി മനസ്സുരുകിയ അയാളെ എന്തോ ആയിക്കോട്ടെ, ആ മക്കളുടെ ഒന്ന് മനസ്സ് വേദനിച്ച നീ അയാളെ തളർത്തിയാൽ ആ മക്കളാണ് തളരുന്നത്. നീ ഇപ്പൊ എങ്ങനെയൊക്കെ പിടിച്ചൊളിച്ച് അവിടെ അടുത്ത് കൊണ്ടുപോയാലും ആ മക്കളാണ് അവിടെ തളരുന്നത്. അതുപോലെ തന്നെ നീ 5 മക്കളുടെ ഉമ്മാണെന്ന് അതൊക്കെ അവർക്കട്ടെ. ഈ പാർട്ടിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് ഓരോ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് യോഗ്യത എനിക്കുള്ള അതൊന്ന് പറഞ്ഞിട്ട് പാത്തിയോ തീട്ടോ മൂത്രോ ഓലെ എന്താ വെച്ചോ. ആ പാത്തിന്റെ ഒരു പെണ്ണുങ്ങളുണ്ട്, ഓൾക്കൊരു ചാനലുണ്ട്. ഓളാ ചാനലിലൂടെ ഓളെ കംപ്ലീറ്റ് ജീവിത ചരിത്രവും കാര്യങ്ങളും ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും ആൾക്കാർ കമന്റിലൂടെ എഴുതി ചോദിച്ചപ്പോൾ അവൾ കിട്ടിയിരുന്നു. എന്റെ മാണികക്കല്ല് കുട്ടിയെ ഇജ്ജ് കണ്ടിരുന്നോ? കണ്ടിട്ടില്ലല്ലോ. ഇജ്ജത് കാണിച്ചാൽ ഈ പാത്തിയുടെ 7 അയലത്തേക്ക് പോവില്ല. മനസ്സിലായോ? 7 അയലത്തേക്ക് ഇജ്ജ് പോവില്ല. അതിന്റെ സെറ്റ് പാത്തി എന്താന്നുള്ളതും പാത്തി വന്ന വഴിയും പാത്തിയും തൂറിയും നടന്ന വഴിയും ഒക്കെ ഓള് പറഞ്ഞിട്ടുണ്ട്. ഇജ്ജ് കേട്ടിട്ടില്ലല്ലോ. അത് ഇജ്ജൊന്ന് ആൾക്കാരെ ഓടിക്ക് പറ്റുന്നുണ്ട്. എന്റെ ചാനലിൽ ഞാൻ കുറച്ച് ഒരു കൊല്ലമായിട്ടുണ്ട് തോന്നിട്ടിട്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അതൊന്ന് പോയി കാണും. എന്നിട്ടുണ്ട് വായോ. ഈ പാത്തിനിപ്പോ എന്താ പറയാ അസ്പദാക്കി വെച്ചിക്ക. ഏത് നമ്മളെ മറ്റേതൊക്കെ ഞാൻ പറയണില്ല, അത് പറയാനുള്ള യോഗ്യത ഇല്ല എനിക്ക്. നമ്മൾ വെറുതെ പറയണ്ടല്ലോ. അസ്പദ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക്? അജറുൽ അസ്പദേ അതാക്കി വെച്ചിക്കപ്പോള് പാത്തിനെ ഓന്റെ പേരെന്റെ പാത്തീന. പിന്നെ ഇനിയിപ്പോ അടുത്തത് എന്താ ഉണ്ടാകാന്നുള്ളത് ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചാൽ പറയും. ഓളിപ്പോ ഒരു പാത്തിനേറ്റ് വന്നത് ഈ പാത്തിനെ കണ്ടിട്ട് അപ്പൊ ഈ തുള്ളണതേ പാത്തിട്ടെറിഞ്ഞോടും. പാത്തിക്ക് ധൈര്യം എന്ന് പറഞ്ഞില്ലാത്ത ഒരാളാ. അപ്പൊ പിന്നെ ബാക്കി തീട്ടമൂത്ര കോള് പോകണ്ടേ. ആ ലെവലിക്കാണ് ഇപ്പത്തെ പോക്ക്. പൊന്നാര മാളെ ചെമ്മീൻ തുള്ളിയ മുട്ടോളം അവിടുന്ന് തുള്ളിയ ചട്ടോളം എന്നൊരു ചൊല്ലുണ്ട്. അത് ചാറിയിട്ടാ. എന്തായാലും നമുക്ക് വരുന്നതൊക്കെ കാണാം. ഓക്കെ. എന്നെ തളർത്തിയ എന്റെ മക്കളാണ് ഇവിടെ തളരുന്നത്. ആ മക്കൾ ഒരു കൊല്ലം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടത് നീയൊന്നും കണ്ടിട്ടില്ല. കാരണം നീ പറയുന്ന വാക്കുകള് കാര്യങ്ങള് എന്റെ മക്കള് കേൾക്കുമ്പോഴും ഞാൻ കേൾക്കുമ്പോഴും ഉരുകായിരുന്നു. കാരണം ഇല്ലാത്ത കഥകളാണ് നീ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായി. ഇല്ലാത്ത കഥകളൊന്നുമില്ല. നമ്മളെ മണ്ണാർക്കാടുള്ള ഷെരീഫിന്റെ കയ്യിൽ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ പോലെ എപ്പോഴാ പൊട്ടിക്കാന്ന് പറയാൻ പറ്റില്ല. പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം എടുക്കാനല്ല. പിന്നെ നേരെ വിട്ടോളുണ്ട്. ഒന്നും നോക്കട്ടെ, കിട്ടിയ ഫ്ലൈറ്റും പിടിച്ചിട്ട് നേരെ മറ്റേ ശൂന്യാകാശം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളുണ്ട്. അത് ആക്കാടെ വിട്ടോട് പറയുള്ളൂ നമുക്ക്. പറയും ഇത് പറയണ്ട, ഇത് നിർത്തിക്കാളെ. ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. നമുക്ക് ഇല്ലേ നിങ്ങൾക്ക് തന്നെ പണിയായി. മുസാഹിബ് എടുത്ത് വായിക്കണം മാതിരി ഇതിന്റെ എടുക്കുക, അതിന്റെ മുമ്പിൽ കൊണ്ട് വരിക. ഹലോ അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ പാത്തി പിന്നെ തൂറി ഇതൊക്കെ തന്നെ നിങ്ങളെ കാര്യമാണ്. നിങ്ങളിത് നിർത്തൂല. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് ഇങ്ങനെ തുടർന്നു പോകും. ഇന്ന് പാത്തി, നാളെ തൂറി, മറ്റന്നാള് വേറെ ഏതെങ്കിലും വേട്ടാവളി ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ അഭിപ്രായം നമ്മളെ വണ്ടിയിൽ എണ്ണടിച്ച് പറയാൻ വന്ന ആളാ. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. ഇതൊന്നും എവിടെ എത്തൂല. ഇതിങ്ങനെ ഇങ്ങനെ കുരക്കുന്നല്ലാതെ. ഇനിയിപ്പോ എന്തായാലും മറ്റാള് എന്തൊക്കെ 1, 2, 3, 4 വീഡിയോസ് പുറത്തു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് വരുമെന്ന് നോക്കുക. അത് വന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് പ്രതിപാദിക്കാണ്ട്. അപ്പൊ ഇവിടെ ഈ 30 ദിവസം നിസ്കാര കുപ്പായൊക്കെ അപ്പൊ നമുക്ക് അപ്പണ്ട് പോരാ. നോക്കെ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അസ്സലാമു അലൈക്കും. അടുത്ത പുതിയൊരു വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. യോഗ തന്നെ. ഓക്കെ, ബൈ ബൈ.